ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡയാന്തസിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ സീസണിൽ പൂ വിരിഞ്ഞിരിക്കുന്ന ഡയാന്തസ് ചെടികളാണ്. ഇതൊക്കെ 10-16 ടൈപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നശിച്ചു പോയി. ബാക്കി കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവശേഷിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് മുഖേനയും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സീഡ്സ് മുളപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. സീഡ്സ് മുളപ്പിച്ച് തൈകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യാം. നമുക്കിന്ന് ഇതിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെയാണ് തൈകളാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെരണിയൽ വെറൈറ്റിയിൽ പെട്ട ഡയാന്തസ് ആണെങ്കിലാണ് നമുക്ക് എളുപ്പം തൈ പിടിച്ച് കിട്ടുന്നത്. എളുപ്പം തൈ പിടിച്ച് കിട്ടുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കഷ്ണം എടുത്ത് നട്ടു അത് തന്നെ നമുക്ക് തൈ ആയിട്ട് കിട്ടണം എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഞാനീ പറയണ ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് തൈകൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു 5-6 എണ്ണം നടുമ്പോഴായിരിക്കും നമുക്ക് ഒരെണ്ണം ഒരു തൈ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഒരു കഷ്ണം നട്ടിട്ട് നമുക്കത് പിടിച്ച് കിട്ടിയില്ല എന്ന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു 10 കഷ്ണം നടുമ്പോൾ നമുക്കതിൽ എന്തായാലും നമുക്കതിൽ കുറച്ച് തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ പെരണിയൽ വെറൈറ്റിയിൽ പെട്ട ഡയാന്തസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇതിലെ മുതിർന്ന നല്ലോണം മൂത്ത കഷ്ണങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പെരണിയൽ വെറൈറ്റീസിൽ പെട്ട ഡയാന്തസിനെ എങ്ങനെ തിരിച്ചറിയണമെന്നും അതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഡയാന്തസിൻ്റെ കെയറിനെ കുറിച്ചുള്ള വീഡിയോയും ഉണ്ട് വേറെ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്കിപ്പോൾ ഈ സീസണിൽ നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഡയാന്തസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നന്നായിട്ട് മൂത്ത കഷ്ണങ്ങൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇവിടെ നിന്നൊരു കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ നടുക. അപ്പോൾ നമുക്ക് കുറച്ച് തൈകൾ ഇതിൽ നിന്ന് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. 20 രൂപയ്ക്കും 40 രൂപയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വില വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ 20 രൂപയുടെ തൈ വാങ്ങിച്ചിട്ടാണ് നട്ടിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ ഇത്രയും വളർന്ന് വലുതായി ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് 40 രൂപയുടെ ആണെങ്കിൽ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി നടാനുള്ള മണ്ണെടുക്കാം. ഇതിപ്പോൾ ഒരു വളരെ ചെറിയൊരു ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കമ്പുകളൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് ചെറിയ ചട്ടികളിൽ നട്ട് പിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ മണലും കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി നമ്മുടെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ അമർത്തി വെച്ചതിലേക്കാണ് നമ്മൾ തൈകൾ നട്ടു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് നനച്ചെടുത്ത ഈ മണ്ണിലേക്കാണ് ഇപ്പോൾ ഇത് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 നോട്ട്സിൻ്റെ ഇടയിൽ വെച്ച് വേണം നമുക്ക് നടാനുള്ള കഷ്ണങ്ങൾ ഏത് ചെടിയുടെ ആണെങ്കിലും മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇതും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നേരെ നമ്മുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ചെടി ആ കഷ്ണം ഒടിഞ്ഞൊന്നും പോകരുത്. ഒടിയാത്ത നമ്മൾ നേരെ മണ്ണിലേക്ക് കുത്തി നിർത്തുക. എന്നിട്ട് അതിൻ്റെ കട നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇതിനെ നമ്മൾ നടേണ്ടത്. ഈ കഷ്ണങ്ങളൊക്കെ നമുക്കിതിൽ നട്ടു കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ കയ്യിലുള്ള ചെടികളുടെ തൈകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സീസണിൽ നമുക്ക് അതിൻ്റെ പുതിയ തൈകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത വേറെ നമ്മുടെ കയ്യിലില്ലാത്ത കളറുകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നടുമ്പോൾ ആ ഇലകളോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തടസ്സമാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ തണ്ടിൽ നിന്ന് മാറ്റിക്കളയാം. എന്നിട്ട് അതിനെ നേരെ മണ്ണിലേക്ക് കുത്തി ഇറക്കി കൊടുക്കുക. അങ്ങനെ നേരിട്ട് ഇറക്കി അങ്ങനെ കൊടുക്കുമ്പോൾ ഒടിഞ്ഞൊന്നും പോകരുത്, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ചതയാത്ത രീതിയിൽ നമുക്ക് അത് നട്ടു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചട്ടിയിൽ നമുക്ക് ഇത് നിറച്ചും നട്ടു കൊടുക്കാം. നട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ മണ്ണിലെ നനവ് മാറുമ്പോൾ നന്നായിട്ട് ഇതിനെ നനച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കരുത്. മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതിനെ ഒഴിച്ചു കൊടുക്കുക വെള്ളം. അതുപോലെ ഇത് നട്ടതിന് ശേഷം നമുക്കിതിനെ നല്ല തെളിച്ചുള്ളൊരു സ്ഥലത്ത് എടുത്ത് വയ്ക്കാം. നല്ല തെളിച്ചുള്ള സ്ഥലമായിരിക്കണം, എന്നാൽ നേരിട്ട് വെയിൽ അടിക്കാത്തൊരു സ്ഥലമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളിതിനെ വെച്ച് കൊടുക്കേണ്ടത്. മണ്ണിലെപ്പോഴും നനവ് നിൽക്കുന്ന പോലെ നനച്ചു കൊടുക്കുക. അതായത് മണ്ണ് ഡ്രൈ ആവുമ്പോൾ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, വെള്ളം തളിച്ച് നന്നായിട്ട് നമ്മുടെ മണ്ണ് നനച്ച് വെച്ചാൽ മാത്രം മതി.
അപ്പോൾ നമ്മളിത് എല്ലാം നട്ട് കഴിഞ്ഞു. അപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ അവിടെ ഉറച്ച് ഇരിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്. അത് ഇളകിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും പിടിക്കില്ല. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നട്ട് പിടിപ്പിച്ച ഒരു കഷ്ണമാണിത്. അപ്പോൾ ഈ ചട്ടിയിൽ ഇതുപോലെ ഒരു ചെറിയ ചട്ടിയിൽ തന്നെ ഒരുപാട് കഷ്ണങ്ങൾ ഇതിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഒരെണ്ണമാണ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടിയിരിക്കുന്നത്. അതിന് പുതിയ ഗ്രോത്തൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പുതിയ ഗ്രോത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് കുറച്ചുകൂടി ചാണകപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ. അപ്പം ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ തൈകൾ ഉണ്ടാക്കി പൂ വിരിയിക്കാൻ പറ്റും. ഇത് അതുപോലെ പൂ വിരിഞ്ഞൊരു ചെടിയാണ്. ഇത് ഞാൻ വേറെ ചട്ടിയിൽ മണ്ണെടുത്തൊന്നും നട്ടതല്ല. ഒരു മണ്ണുള്ള ചട്ടിയിൽ അതിൻ്റെ കഷ്ണം വെറുതെ ഇതുപോലെ താത്തി വെച്ചതാണ്. പക്ഷെ അത് പിടിച്ചിപ്പോൾ പൂ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ബ്രാഞ്ചസ് ഒക്കെ പുതുത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് പൂക്കൾ വിരിയിക്കാൻ പറ്റും തൈ പിടിപ്പിച്ച്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.